പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. അപ്പോൾ നമ്മൾ ഇതുവരെ ശ്രേണികൾ, സമാന്തര ശ്രേണികൾ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുന്നതിന് മുന്നേ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ 1, 3, 5, 7, 9 ഇത് നമുക്കൊരു ശ്രേണിയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ അതിലെ നമ്പേഴ്സ്, അതായത് ആ ശ്രേണിയിലെ ഓരോ പദങ്ങൾക്കും എന്തെങ്കിലും ഒരു റൂള് കാണും. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും, അതിലെ ഓരോ പദങ്ങളെയും ടേം എന്നാണ് പറയുന്നത്. അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ അതിനൊരു റൂള് കാണും. അങ്ങനെ എഴുതുന്ന അങ്ങനെ എഴുതുന്ന നമ്പറുകളെയാണ് ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ശ്രേണി എഴുതിയിരിക്കുന്നു 1, 3, 5, 7, 9. അപ്പൊ ഇത് തമ്മിൽ എന്താണ്? 1, 3 അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. അത് കഴിഞ്ഞ് 3, 5 അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 5, 7 അത് തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. ഡിഫറൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. രണ്ടാമത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേം മൈനസ് ചെയ്താൽ അതിന്റെ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇതിലെല്ലാ പദങ്ങളുടെയും ഡിഫറൻസ് 2 തന്നെയാണ്. അപ്പോൾ ഇതൊരു ശ്രേണിയാണ്. അടുത്ത ശ്രേണി എടുത്താൽ 1, 4, 9, 16, 25. ഇതെന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? അതായത് നമ്മുടെ നമ്പേഴ്സിന്റെ സ്ക്വയർ, അതായത് വർഗ്ഗങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. അപ്പം ഇതും ഒരു പ്രത്യേക റൂൾ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ശ്രേണിയാണെന്ന് പറയാം. ഇതിലിപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും വരുന്നത്? അപ്പോൾ 5ന്റെ സ്ക്വയർ ആണ് നമ്മൾ 25 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വരുന്നത് ഏതായിരിക്കും? 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പോൾ 36 ആയിരിക്കും ഈ ശ്രേണിയിലെ അടുത്ത നമ്പർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 1, 2, 5, 6, 8 ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1, 2 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? ഇവിടെ വരുന്നത് 1 ആണ്. 5ൽ നിന്ന് 2 മൈനസ് ചെയ്താലോ 3 ആണ് വരുന്നത്. ഇനിയിപ്പോൾ 6ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ വീണ്ടും 1 ആണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേക റിലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾ വെച്ചിട്ടാണോ ഇത് എഴുതിയിരിക്കുന്നത്? അല്ല. സോ ഇതൊരു ശ്രേണിയല്ല. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി കിട്ടണമെങ്കിൽ ആദ്യം അതൊരു ശ്രേണിയായിരിക്കണം. അപ്പോൾ ഇതിലെ മൂന്നാമത് എഴുതിയിരിക്കുന്നത് ഒരു ശ്രേണിയല്ല, അതുകൊണ്ട് അതൊരു സമാന്തര ശ്രേണി അല്ല. ഇപ്പം ഫസ്റ്റ് എഴുതിയിരിക്കുന്നതോ അത് ഒരു ശ്രേണിയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 2 ആണല്ലേ? ഓരോ നമ്പേഴ്സിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അതും സെയിം ആയിരിക്കണം. ഇനിയിപ്പോൾ ഫോർത്ത് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അതും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എഴുതുന്ന ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള എക്സസൈസിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 4 സ്ക്വയറുകളാണ്. 1, 2, 3, 4 സെന്റിമീറ്റർ സൈഡുകളുള്ള 4 സ്ക്വയറുകൾ. അതിന്റെ സൈഡ്, പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ ഇത് 4 കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് 4 കാണുമ്പോൾ നമുക്ക് 4 ശ്രേണികൾ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ എടുക്കാം. ഒരു സ്ക്വയറിന്റെ 4 സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ, നെക്സ്റ്റ് 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ 4 സ്ക്വയറിന്റെ സൈഡുകൾ നമുക്ക് കിട്ടി. അടുത്തത് പെരിമീറ്റർ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 ഇൻറ്റു ഒരു സൈഡ്, അതായത് 4 ഇൻറ്റു എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സൈഡ്. അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്താൽ അതിൻ്റെ സൈഡ് എത്രയാണ്? 1 സെന്റിമീറ്റർ. അപ്പോൾ 1 ഇൻറ്റു 4 എത്രയാണ്? 4. അടുത്ത രണ്ടാമത്തെ എടുത്താൽ 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 എത്രയാ? 8. മൂന്നാമത്തെ എടുത്താൽ 3 ഇൻറ്റു 4 3 ഇൻറ്റു 4 12. നെക്സ്റ്റ് 4 ഇൻറ്റു 4 16. അപ്പോൾ നമുക്ക് പെരിമീറ്ററിന്റെ ഒരു ശ്രേണിയും കൂടെ കിട്ടി. സൈഡിന്റെ കിട്ടി, പെരിമീറ്ററിന്റെ കിട്ടി. ഇനി അടുത്തത് ഏരിയ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശം, അതാണ്
സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ എടുത്താൽ അതിന്റെ ഒരു സൈഡ് എത്രയാണ് 1 സെന്റിമീറ്റർ. അപ്പോൾ 1 × 1 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 2 സൈഡുള്ള സ്ക്വയർ എടുത്താൽ 2 × 2 4 സെന്റിമീറ്റർ സ്ക്വയർ. 3 എടുക്കുമ്പോൾ ഒരു സൈഡ് 3 സെന്റിമീറ്റർ, 3 × 3 9, 4 × 4 16. അപ്പോൾ നമുക്ക് സൈഡ്, ഏരിയ, പെരിമീറ്റർ ഈ 3 ശ്രേണികൾ കിട്ടി. അടുത്ത നമുക്ക് കാണാനുള്ള എന്താണ്? ഡയഗണലാണ്. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്ക്വയറിന്റെ ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ ആണ് √2 × a. a എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വശം അല്ലെങ്കിൽ ഒരു സൈഡാണ് a എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്താൽ √2 × ഒരു സൈഡ് എത്രയാണ് വരുന്നത്? 1 സെന്റിമീറ്റർ. √2 × 1 √2. നെക്സ്റ്റ് എടുത്താൽ 2 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. അപ്പോൾ √2 × 2 എത്രയാണ്? 2√2. അടുത്തത് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ എടുക്കുമ്പോൾ √2 × 3, അതായത് 3√2. നെക്സ്റ്റ് 4 സെന്റിമീറ്ററിന്റെ എടുക്കുമ്പോൾ √2 × 4, 4√2. അപ്പോൾ നമുക്ക് 4 ശ്രേണികൾ കിട്ടി: സൈഡ്, പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ. ഇത് 4 കണ്ടുപിടിക്കാനുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. സൈഡ് കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഒരു സൈഡിന്റെ നീളം എത്രയാണോ അത് എഴുതുക. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 4 × സൈഡ് ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടി. നെക്സ്റ്റ് ഏരിയ കാണാനുള്ളത് സൈഡ് × സൈഡ്, വശം ഗുണം വശം. അപ്പോൾ നമുക്ക് ഏരിയയും കിട്ടി. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ ആണ് √2 × a, അതായത് √2 × ഒരു സൈഡ്. അപ്പോൾ നമുക്ക് ഡയഗണലും കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആണ്. 4 സ്ക്വയറുകളാണ്. അതിന്റെ സൈഡിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് 1 സെന്റിമീറ്റർ തന്നെയാണ്. രണ്ടാമത്തെ സ്ക്വയറിൽ 1½ ആണ് എടുത്തിരിക്കുന്നത്. മൂന്നാമത്തേല് 2, അടുത്തത് 2½ അടുത്ത നമുക്ക് കാണാനുള്ളത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4 × സൈഡ്. അപ്പോൾ ഫസ്റ്റത്തത് 4 × 1, അതായത് 4. അടുത്തത് 4 × 1/2 ആണ് വരുന്നത്. 4 × 1 1/2 ആണ് വരുന്നത്. ഈ 1 1/2 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. നമുക്കിതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. എങ്ങനെ മാറ്റും? 1 1/2. പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഈ 1ഉം ഇവിടുത്തെ ഈ 1ഉം ഈ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2 പ്ലസ് ഈ 1, ഈ 1/2ന്റെ 1 ഡിവൈഡഡ് ബൈ 2. എത്രയാണ് വരുന്നത്? 2 + 1 3/2 ആണ് 1 1/2ന്റെ പ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ 4 × എത്ര വരും? 3/2. 4 × 3 എത്രയാ? 12. 12/2 = 6. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ എത്ര കിട്ടിയത്? 6. ഇനി അടുത്തത് 2. അത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 4 × 2. 4 × 2 = 8. നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 4 × 2 1/2. ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. 2 1/2. അങ്ങനെ എഴുതിയത് ഈ 2ഉം ഈ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 പ്ലസ് ഈ 1/2ന്റെ 1 ഡിവൈഡഡ് ബൈ 2. എത്രയാണ്? 5/2. അപ്പോൾ 5/2 ആണ് 2 1/2ന്റെ പ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ 4 × 5/2. 4 × 5 എത്രയാണ്? 20. 20 ഡിവൈഡഡ് ബൈ 2 = 10. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? 10. അപ്പോൾ നമുക്ക് സൈഡിന്റെയും പെരിമീറ്ററിന്റെയും 2 സീക്വൻസ് കിട്ടി. നെക്സ്റ്റ് വരുന്നത് ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു.
എടുക്കുന്നു 1 into 1 ആണ് വരുന്നത്. 1 into 1 1 തന്നെയാണ്. നെക്സ്റ്റ് 1/2 into 1/2. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അതിന്റെ പ്രോപ്പർ ഫ്രാക്ഷൻ എത്രയാണ്? 1/2 into 1/2. 1/2 എത്രയാണ് നമുക്ക് കിട്ടിയത്? 3/2. അപ്പോൾ 3/2 into 3/2 എത്രയായിരുന്നേ? 3 into 3 9, 2 into 2 4. അപ്പോൾ 9/4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ ഇനി ഇതിനെ വീണ്ടും എന്തില് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കിയിട്ട് വേണം അവിടെ എഴുതാൻ. അപ്പോൾ 9/4 മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ എത്ര വരും? 2 4 8 1. നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 1/4 ആണ് 9/4ന്റെ മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത്. അതായത് 4 9 2 പ്രാവശ്യം പോകും. ബാക്കി എത്രയാണ് വരുന്നത്? റിമൈൻഡർ 1 ആണ് വരുന്നത്. 1/4 എഴുതി. അപ്പോൾ 2 1/4 ആണ് ഇതിന്റെ ഏരിയ. നെക്സ്റ്റ് 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്ററിനെ എങ്ങനെ എടുക്കുന്നത്? 2 into 2 എത്രയാണ്? 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തേർഡ് റെക്ടാങ്കിളിന്റെ ഏരിയ വരുന്നത്. അടുത്തത് ഫോർത്ത് 2 1/2 into 2 1/2. 2 1/2 എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. എത്ര? 5/2. അപ്പോൾ 5/2 into 5/2 എത്രയാണ്? 5 into 5 25 divided by 4. അപ്പോൾ 25/4 എത്രയാ? 25/4. എത്ര വരും? 6 1/4 ആണ് എത്ര? 25/4ന്റെ പ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഏരിയ എത്ര കിട്ടി? 6 1/4. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഡയഗണൽ. ഡയഗണൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു √2 into a. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ എടുത്താൽ √2 into 1 എത്രയാണ്? √2 തന്നെയാണ്. അടുത്തത് സെക്കൻഡ് എടുത്താൽ √2 into എത്രയായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നത്? 3/2. അപ്പോൾ എത്ര വരും? 3/2 √2. 3/2 √2 ആണ് നമ്മുടെ സെക്കൻഡ് സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് വരുന്നത്. ഇനി അടുത്ത തേർഡ് എടുത്താൽ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. √2 into 2 എത്രയാണ്? 2 √2. ഫോർത്ത് എടുത്താൽ വീണ്ടും നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് നേരത്തെ മാറ്റിയായിരുന്നു. √2 into 5/2 എത്രയാണ്? 5/2 √2. അപ്പോൾ 5/2 √2 ആണ് നമ്മുടെ 2 1/2 സൈഡുള്ള സ്ക്വയറിന്റെ ഡയഗണൽ വരുന്നത്. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസിലേക്ക് കടക്കാം. ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് കൊടുത്തിരിക്കുന്നത് മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസസ് ഓഫ് equilateral triangles, square, regular pentagons and so on of regular polygons. Number of sides, sum of inner angles, sum of outer angles, one inner angle and one outer angle. അതായത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം തുടങ്ങിയ ബഹുഭുജങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അതിന്റെ സൈഡ്, അതായത് എത്ര വശങ്ങളുണ്ട്, സം ഓഫ് ഇന്നർ ആംഗിൾസ് അതായത് അകക്കോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾസ് പുറം കോണുകളുടെ തുക, വൺ ഇന്നർ ആംഗിൾ ഒരു അകക്കോൺ, പിന്നെ വൺ ഔട്ടർ ആംഗിൾ ഒരു പുറം കോൺ. ഇത്രയും ഇതിന്റെ ശ്രേണി കാണാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നമ്പർ ഓഫ് സൈഡ്സ്,
ഒരു ട്രയാങ്കിൾ എത്ര സൈഡാണുള്ളത്? 3. അപ്പോൾ അതിന്റെ സൈഡ്സ് 3. നമുക്ക് സ്ക്വയർ വരികയാണെങ്കിലോ സമചതുരം അതിന് 4 സൈഡ്സ്. പെന്റഗൺ വരുമ്പോൾ പഞ്ചഭുജം അതിന് 5 സൈഡ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹെക്സഗൺ വരുമ്പോൾ ഷഡ്ഭുജം 6 സൈഡ്സ്. അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് സൈഡ്സ് എല്ലാം കിട്ടി. ഇനി അടുത്ത് കാണാനുള്ളത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, ആന്തരകോണുകളുടെ തുക. അത് കാണാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ കിടക്കുന്നത് n-2 × 180. ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തരകോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് n-2 × 180. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. എത്ര സൈഡ് ഉണ്ടോ അതാണ് ഈ n എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 3. 3 - 2 × 180. 3 - 2 എത്രയാണ്? 1. 1 × 180 എത്രയാണ്? 180. അപ്പോൾ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി. അടുത്ത നമുക്ക് ഏതാ? സ്ക്വയർ എടുക്കാം. സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് അല്ലേ? അപ്പോൾ n എത്രയാണ്? 4. 4 - 2 × 180. 4 - 2 എത്രയാണ്? 2. 2 × 180 എത്രയാണ്? 360 ഡിഗ്രി ആണ് എന്ത്? സ്ക്വയറിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം. അടുത്ത നമുക്കിനി പെന്റഗൺ. പെന്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 5. അപ്പോ 5 - 2 × 180 അല്ലേ? അപ്പൊ 5 - 2 എത്രയാണ്? 3. 3 × 180. 3 × 180 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 540. അപ്പോൾ പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ്? 540. അടുത്ത നമുക്കിനുള്ളത് ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം. ഷഡ്ഭുജത്തിന് എത്ര ആംഗിൾ ഉണ്ട്? എത്ര സൈഡ്സ് ഉണ്ട്? 6. അപ്പോൾ 6 - 2 × 180. 6 - 2 എത്രയാണ് വരുന്നത്? 4. 4 × 180. 4 × 180 എത്രയാണ് വരുന്നത്? 720. അപ്പോൾ ഹെക്സഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 720 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 2 സീരീസ് കിട്ടി. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് സൈഡ്സും കിട്ടി, ഇന്നർ ആംഗിൾസിന്റെ സമ്മും കിട്ടി. അടുത്തത് നമുക്ക് കാണാനുള്ളത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. അതായത് ഏതൊരു പോളിഗൺ, ഏതൊരു ബഹുഭുജം എടുത്താലും അതിലെ ബാഹ്യ കോണുകളുടെ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസിന്റെ സം എപ്പോഴും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഏത് ബഹുഭുജം എടുത്താലും, അതായത് റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ പെന്റഗൺ ഹെക്സഗൺ ഏതെടുത്താലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എപ്പോഴും 360 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 × 360. നമുക്ക് അടുത്ത സീരീസും കിട്ടി. ഇപ്പൊ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസും കിട്ടി. ഇനി ഏതാ കാണാനുള്ളത്? 1 ഇന്നർ ആംഗിൾ. അപ്പോൾ ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? ടോട്ടൽ 3 ആംഗിൾ ഉണ്ടല്ലേ? അപ്പം ഒരു ആംഗിളിന്റെ എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്രയാ? 180. അപ്പോൾ ഈ 3 ആംഗിളിന്റെയും കൂടി സം ആണ് 180 എന്ന് പറയുന്നത്. ഇതൊരു എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണം. അപ്പൊ അതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ആംഗിളും 3 ആംഗിളും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പം 180 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ പോരെ നമുക്ക് ഒരു ആംഗിൾ കിട്ടാൻ? മതിയല്ലോ. അപ്പോൾ എത്ര കിട്ടും? 6 × 3 80. 60 ആണ് നമ്മുടെ ഒരു ഇന്നർ ആംഗിൾ വരുന്നത്. ഇതിന്റെ ട്രയാങ്കിളിന്റെ 1 ഇന്നർ ആംഗിൾ. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ കിട്ടി. ഇനി നമുക്ക് ഏതാണ് കാണാനുള്ളത്? സ്ക്വയർ. സ്ക്വയറിന് എത്ര സൈഡാണുള്ളത്? 4 സൈഡ്.
അപ്പോൾ ആംഗിൾ എത്രയാണ് 4. ഇന്നർ ആംഗിൾസിന്റെ സം നമുക്ക് എത്രയാണ് കിട്ടിയത് 360 ഡിഗ്രി. 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ് 4. അപ്പൊ എത്രയാണ് വരുന്നത് 90. 90 into 4 ആണ് 360. അപ്പോൾ ഒരു സൈഡ് ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഏതാണ് സ്ക്വയറിന്റെ ഇന്നർ ആംഗിളും കിട്ടി. ഇനി നമുക്ക് ഏതാണ് പെന്റഗൺ. പെന്റഗണിന്റെ ടോട്ടൽ 5 സൈഡ്സ് ആണ് ഉള്ളത്. അതിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ് 540. അപ്പോൾ 540 ഡിവൈഡഡ് ബൈ 5 ആണ് ഒരു ആംഗിൾ വരുന്നത്. അപ്പോൾ 540 ഡിവൈഡ് ബൈ 5 എത്ര വരും? എത്രയാണ് വരുന്നത്? നമുക്ക് 108 ഡിഗ്രി ആണ് പെന്റഗണിന്റെ ഒരു ആംഗിള് വരുന്നത്. അടുത്ത ഇനി ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഹെക്സഗൺ. ഹെക്സഗണിന്റെ എത്രയാണ് ടോട്ടൽ സൈഡ്സ്? 6 സൈഡ്സ് അല്ലേ? ഇന്നർ ആംഗിൾസിന്റെ സമ്മ 720. അപ്പോൾ 720 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? $120 ഡിഗ്രി. 120 ഡിഗ്രി ആണ് ഹെക്സഗണിന്റെ ഒരു ആംഗിൾ. അപ്പോൾ നമുക്ക് ആംഗിളിന്റെ ഇന്നർ ആംഗിളിന്റെ ഫുൾ സീരീസ് കിട്ടി. ഇനി അടുത്ത നമുക്ക് ഏതാ കാണാനുള്ളത്? 1 ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്നാണ് കാണുന്നത്. നമുക്ക് സെയിം ഈ ഇന്നർ ആംഗിൾ കണ്ടുപിടിച്ച പോലെ ഔട്ടർ ആംഗിൾസിന്റെ സം നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ സം ഓഫ് ഔട്ടർ ആംഗിൾ വെച്ച് കണ്ടുപിടിച്ചാൽ ട്രയാംഗിളിന്റെ എത്ര വരും? 360 ഡിവൈഡഡ് ബൈ 3 എത്ര വരുന്നത്? 120 ഡിഗ്രി. 120 ഡിഗ്രിയാണ് നമുക്ക് ട്രയാംഗിളിന്റെ ഒരു ഔട്ടർ ആംഗിൾ കിട്ടുന്നത്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. നമ്മൾ ഈ ട്രയാംഗിൾ അതുപോലെ വരച്ചു. ഇന്നർ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടി? എത്രയാണ്? 60 ഡിഗ്രി. നമ്മൾ ഇനി എന്ത് ചെയ്തു? ഈ ഒരു സൈഡിനെ നമ്മൾ കുറച്ചങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലൈനിൽ വരുന്ന എല്ലാ ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ആംഗിൾ ആണുള്ളത്? ടോട്ടൽ 2 ആംഗിൾ അല്ലേ? ഈ 2 ആംഗിളിന്റെയും കൂടി സം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ്? 180. ഇതില് ഇത് നമുക്ക് 60 ആണെന്ന് കിട്ടി. അപ്പോൾ ബാക്കി ഇത് കണ്ടുപിടിക്കാമല്ലോ. 180 മൈനസ് 60 ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടുമല്ലോ. 180 മൈനസ് 60 എത്രയാ? 120 ഡിഗ്രി. അപ്പോൾ ഇത് 120 ഡിഗ്രി. നമുക്ക് നേരത്തെ കിട്ടിയത് എത്ര തന്നെയായിരുന്നു? 120 ഡിഗ്രി തന്നെയായിരുന്നു. അപ്പോൾ ട്രയാംഗിളിന്റെ ഒരു ഔട്ടർ ആംഗിളിന്റെ സം എത്രയാണ്? 120 ഡിഗ്രി. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാ എടുക്കുന്നത്? സ്ക്വയർ. സ്ക്വയറിന്റെയും സം എത്ര തന്നെയാണ് വരുന്നത്? ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 തന്നെയാണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 360 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 90 ഡിഗ്രിയാണ് നമ്മുടെ സ്ക്വയറിന്റെ ഔട്ടർ ആംഗിൾ വരുന്നത്. അടുത്ത ഏതാണ് നമുക്ക്? പെന്റഗൺ. പെന്റഗണിന്റെ ഔട്ടർ ആംഗിളും സെയിം തന്നെയാണ്. എത്രയാണ്? 360 ഡിഗ്രിയാണ് അതിന്റെ സമ്മ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 7.
72 ഡിഗ്രിയാണ് എന്ത് വരുന്നത് പെന്റഗണിന്റെ ഒരു ഔട്ടർ ആംഗിൾ വരുന്നത്. ഇനിയാണ് നമുക്ക് കാണാനുള്ളത് ഹെക്സഗൺ. ഹെക്സഗണിന്റെ ടോട്ടൽ 6 സൈഡ്സ്. ഔട്ടർ ആംഗിളിന്റെ സമം സെയിം തന്നെയാണ് 360 ഡിഗ്രി. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 6. എത്രയാണ് വരുന്നത് 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് ഒരു ഹെക്സഗണിന്റെ ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എത്ര സൈഡ്സ് തന്നാലും കണ്ടുപിടിക്കാമല്ലോ. എളുപ്പമാണ്. ഇന്നർ ആംഗിളിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. n-2 × 180. ഔട്ടർ ആംഗിൾസിന്റെ സം എല്ലാത്തിനും 360 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ 1 ഇന്നർ ആംഗിൾ 1 ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചു. ഇത്രയും വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി ഇതിന്റെ ബാക്കിയോട് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഹെക്സഗൺ വരെയാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻസ് എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.